ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹം. അസകൃത് കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തി അചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. നാരായണീയ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ വെച്ച് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ശ്രീ ഗുരുവായൂരപ്പന്റെ അപദാനങ്ങള് ശ്രീമദ് ഭാഗവതത്തിലൂടെ ഋഷീശ്വരന്മാർ ബോധ്യപ്പെടുത്തി തന്ന ആ ജ്ഞാനാമൃതം ഗുരുവായൂരപ്പന് പുഷ്പാഞ്ജലിയായി 1000-ലധികം ശ്ലോകങ്ങൾ കൊണ്ട് സമർപ്പിച്ച ഭാഗവതത്തിന്റെ സാരസംഗ്രഹമാണ് നാരായണീയം. അങ്ങനെയുള്ള നാരായണീയം ആകുന്ന സ്തോത്ര കുസുമങ്ങൾ കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പനെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് 100 ദിവസങ്ങളോളമായിട്ട് ആരാധിച്ചു. ആ ബ്രഹ്മസ്വരൂപം തന്നെയാണ് ശ്രീലകത്ത് പരിലസിക്കുന്നത് എന്ന ആ മനസ്സിലുണ്ടായിരുന്ന ഭാവം അത് പൂർണ്ണമായി 100ാം സുദിനത്തിലൂടെ. അത്രയും ശ്രേഷ്ഠമായ നാരായണീയം ഇന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ളവർ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള നാരായണീയം പഠിക്കാനുള്ള അവസരം വേണമെന്ന് എത്രയോ ഭക്തജനങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടും ആ അഭ്യർത്ഥന ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കണമെന്ന് ഗുരുവായൂരപ്പൻ നിർദ്ദേശിച്ചതുകൊണ്ടുമാണ് ഇങ്ങനെ ഒരു നാരായണീയ പഠനം ഗുരുവായൂർ സമ്പ്രദായ പ്രകാരം നടത്തുവാൻ ഇടവന്നിരിക്കുന്നത്. ആ പരബ്രഹ്മസ്വരൂപം തന്നെ ശ്രീലകത്ത് ഇതാ പ്രത്യക്ഷമായിട്ട് പരിലസിച്ചുകൊണ്ടിരിക്കുന്നു. ആ ബ്രഹ്മം, നിർഗുണബ്രഹ്മം, അത് സകല രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുത്തി തരികയാണ് ശ്രീ ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ. അത് ജനങ്ങളുടെ മുഴുവൻ ഭാഗ്യമാണ് എന്നുറപ്പിച്ചുകൊണ്ടുള്ള ഭഗവത് സ്വരൂപത്തെ വർണ്ണിക്കുന്ന
ആദ്യത്തെ ദശകം 10 ശ്ലോകങ്ങൾ നമ്മൾ ഗുരുവായൂരപ്പന് മനസ്സുകൊണ്ട് സമർപ്പിച്ചു. ഇനി ഇതാ രണ്ടാമത്തെ ദശകത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാം ദശകത്തിൽ ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തിയുടെ മഹത്വവുമാണ് ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത്. നമുക്ക് വേണ്ടതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് രണ്ടാം ദശകത്തിലെ ശ്ലോകത്തിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഇത് നമുക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ്. ഇതൊരു നിയോഗമാണ്. ഇത് ജന്മാന്തര സുകൃതമാണ്. ശ്രീമദ് ഭാഗവതത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നവർക്ക് നാരായണീയത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണെങ്കിലും വളരെ കട്ടിയുള്ള ശ്ലോകങ്ങൾ, അതായത് കുറെ അധ്യായങ്ങൾ കൊണ്ടൊക്കെ ഭാഗവതത്തിലൂടെ വ്യാഖ്യാനിച്ചു തരുന്ന വിശേഷപ്പെട്ട ഭഗവത് ചരിതങ്ങളാണ് ഭട്ടതിരിപ്പാട് വളരെ ചുരുക്കിയിട്ട് 18,000 ഗ്രന്ഥങ്ങളെയാണ് 1000-ലധികം ശ്ലോകങ്ങൾ കൊണ്ട് ചുരുക്കിയിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, വെറും കഥ പറയുകയല്ല ചെയ്തിരിക്കുന്നത്, സ്തോത്ര കുസുമങ്ങൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കും വേണ്ടതുപോലെ ഏറ്റെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ ദശകത്തിലൂടെ ഭാഗവതോത്തമനായ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദർ ഭഗവാന്റെ നിഷ്കളമായ സ്വരൂപം ആദ്യം തന്നെ സൂചിപ്പിച്ച രീതിയിലുള്ള ആ ബ്രഹ്മതത്വമാണ് ശ്രീ ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ രണ്ടാം ദശകത്തിലൂടെ ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തിയുടെ മഹത്വവുമാണ് നാരായണീയത്തിൽ വർണ്ണിക്കുന്നത്. ഭാഗവതോത്തമനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദര് ഒന്നാമത്തെ ദശകത്തിൽ ഭഗവാന്റെ നിഷ്കളമായ സ്വരൂപം, നമ്മൾ പറയുന്ന നിർഗുണ സ്വരൂപത്തെക്കുറിച്ച് വർണ്ണിച്ചു. ആ സ്വരൂപത്തിന്റെ മാഹാത്മ്യം വർണ്ണിച്ചതിനു ശേഷം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേത്തെ എന്ന് നിർദ്ദേശിച്ച വിധത്തിലുള്ള സകലമായ ആ വിഗ്രഹസ്വരൂപം തേ, അവിടുന്ന് തന്നെയാണ് ആ സ്വരൂപം. ആ സ്വരൂപത്തെ ഞാനിതാ ഭജിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ലക്ഷ്മീദേവിക്ക് കൂടി ഇരിപ്പിടമായിരിക്കുന്ന അവിടുത്തെ സ്വരൂപത്തെ ഇതാ കാണിച്ചു തരുന്നു. അങ്ങനെ ആ ശ്രീലകത്ത് പരിലസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ ദിവ്യസ്വരൂപത്തെ വർണ്ണിക്കുകയാണ് 2 ശ്ലോകങ്ങൾ കൊണ്ട് ചെയ്യുന്നത്. ഭാഗവതത്തിൽ പലയിടത്തുമായിട്ട് ഭഗവാന്റെ സ്വരൂപത്തെ വർണ്ണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭക്തന്മാരുടെ നിരന്തര ധ്യാന പരിശീലനത്തിന് വേണ്ടിയിട്ട് സന്ദർഭം കിട്ടുമ്പോഴെല്ലാം ഭഗവത് സ്വരൂപ വർണ്ണനം ശ്രുതിമധുരമാകും വിധത്തില് നിബന്ധിച്ചിട്ടുണ്ടായിരുന്നു ശ്രീമദ് ഭാഗവതത്തില്. അത് നമുക്കിവിടെ നാരായണീയത്തിലും കാണുവാൻ സാധിക്കും. നമുക്കൊക്കെ വളരെ ലളിതമായിട്ട് ശ്രീ ഗുരുവായൂരപ്പനെ ധ്യാനിക്കാനുള്ള ആ ധ്യാന ശ്ലോകം ആണ് ഈ 2 ശ്ലോകങ്ങൾ. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ, രണ്ടാം ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പല ആവർത്തി കേട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ആ ശ്ലോക പഠനത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ശ്ലോകം ഒന്ന് ചൊല്ലാം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം
ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സ ദീപ്രം ഭജേ. ഈ ഒരു ശ്ലോകത്തിലെ പദങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നാരായണീയത്തില് 1ഉം 2ഉം ശ്ലോകങ്ങൾ, അതായത് 2ാം ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങളും 1ാം ദശകത്തിലെ ശ്ലോകങ്ങളൊക്കെ തന്നെ കുറച്ച് കട്ടിയുള്ളതായിരിക്കും. കാരണം വളരെ വിപുലമായിട്ട് വർണ്ണിക്കേണ്ടുന്ന, ഭാഗവതത്തിലൊക്കെ ഒരധ്യായത്തില് 3/4 ഭാഗവും എടുത്തുകൊണ്ട് വർണ്ണിച്ചതായ ആ ഭഗവത് സ്വരൂപത്തെയാണ് ഇവിടെ ചുരുക്കി വർണ്ണിച്ചു തരുന്നത് 1-2 ശ്ലോകങ്ങൾ കൊണ്ട്. അതിന്റെ ഒരു ഗൗരവം നമുക്കും ഉണ്ടാകണം. കുറച്ചു നാൾ കഴിയുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലക പ്രോദ്ഭാസിഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സ ദീപ്രം ഭജേ. ആ പദങ്ങള് ശ്രദ്ധിക്കുക. സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ ത്വദ്രൂപം അഹം ഭജേ എന്നാണ് അന്വയക്രമത്തിൽ വരുന്നത്. ശ്രദ്ധിക്കാം. സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലക പ്രോദ്ഭാസിഫാലാന്തരം. സൂര്യസ്പർദ്ധികിരീടം, സൂര്യനേക്കാളും ശോഭയേറിയ കിരീടം. അനേകം സൂര്യന്മാര് ഒരുമിച്ച് ഉദിച്ചു വന്നാൽ എത്രമാത്രം പ്രകാശധോരണി പരത്താൻ കഴിവുണ്ടാകുമോ അത്രയും പ്രകാശധോരണി പരത്തുന്ന കിരീടത്തോടു കൂടിയവൻ എന്ന് താൽപര്യം. ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം, നെറ്റിത്തടത്തിൽ ഗോപിക്കുറി ചാർത്തിയിട്ടുണ്ട്. മുകളിലോട്ടുള്ള ഗോപിക്കുറി നെറ്റിത്തടത്തിൽ ചാർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഗോപിക്കുറിയാൽ മിന്നുന്ന നെറ്റിത്തടത്തോടുകൂടി കാരുണ്യാകുലനേത്രം, ദയ കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ. കാരുണ്യം കവിഞ്ഞ് ഒഴുകുന്ന കണ്ണുകൾ, അതാണ് അവിടുത്തെ കണ്ണിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള ആ ഒരു നേത്രത്തോടുകൂടി ആ സ്വരൂപത്തെ നമ്മൾ കാണുകയാണ്. ആർദ്രഹസിതോല്ലാസം, ആർദ്രം എന്ന് പറഞ്ഞാൽ കുളിർമയുള്ള, അലിവുള്ള എന്നൊക്കെയാണ് അർത്ഥം. കുളിർമയുള്ള പുഞ്ചിരി പ്രകാശത്തോടുകൂടി, സുനാസാപുടം, മനോഹരമായ മൂക്ക്, ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം, കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച് തിളങ്ങുന്ന മകരകുണ്ടലങ്ങള്, മകരമത്സ്യ ആകൃതിയിലുള്ള 2 കുണ്ടലങ്ങള്, നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന കുണ്ടലങ്ങൾ, കാതില് തൂക്കിയിട്ടിരിക്കുന്നതിനെയാണ് പറയുന്നത്. അതിന്റെ പ്രകാശം 2 കവിൾത്തടത്തിലും കാണാൻ സാധിക്കുന്നു, ആ തിളക്കം. പിന്നീട് കണ്ഠോജ്വലൽ കൗസ്തുഭം, കണ്ഠത്തിന് ശോഭ കൂട്ടുന്ന കൗസ്തുഭം എന്നിവയാലും
അതായത് കഴുത്തിലാണ് കൗസ്തുഭം എന്ന വളരെ വിശേഷപ്പെട്ട രത്നം ഭഗവാൻ മഹാവിഷ്ണു ധരിച്ചിരിക്കുന്നത്. വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം, വനമാല മുത്തുമാലകൾ ശ്രീവത്സം എന്നിവയാലും പ്രകാശിക്കുന്ന. വനമാല വളരെ പ്രസിദ്ധമാണ്, ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ വനമാല. ആ വനമാലയെക്കുറിച്ച് നമുക്ക് ഒടുവില് വിശദീകരിക്കാം. ത്വദ്രൂപം, നിന്തിരുവടിയുടെ സാക്ഷാൽ വൈകുണ്ഠരൂപത്തെ, ഗുരുവായൂരപ്പ അങ്ങയുടെ ആ സാക്ഷാൽ വൈകുണ്ഠരൂപത്തെ അഹം ഞാൻ ഭജേ നിരന്തരം ധ്യാനിക്കുന്നു. ഇതിന്റെ താല്പര്യം ഒന്ന് മനസ്സിലാക്കണ്ടേ. സൂര്യനേക്കാളും ശോഭയേറിയ കിരീടം, ഗോപിക്കുറി ചാർത്തി മിന്നുന്ന നെറ്റിത്തടം, ദയ കവിഞ്ഞ് ഒഴുകുന്ന കണ്ണുകൾ, കുളിർമയുള്ള പുഞ്ചിരി പ്രകാശം, മനോഹരമായ മൂക്ക്, കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച് തിളങ്ങുന്ന 2 മകരകുണ്ടലങ്ങള്, കണ്ഠത്തിന് ശോഭ കൂട്ടുന്ന കൗസ്തുഭം എന്ന വിശേഷപ്പെട്ട രത്നം എന്നിവയാലും വനമാലയാലും മുത്തുമാലകളാലും അതുപോലെ ശ്രീവത്സം എന്ന അടയാളം, അതെന്താണ്? ഭൃഗു മഹർഷിയുടെ പാദത്തിന്റെ ചവിട്ടിയ പാദത്തിന്റെ അടയാളമാണ്. ആ കഥ നമുക്ക് ഭാഗവതത്തിന്റെ ഒടുവില് ദശമസ്കന്ധത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു തരുന്നതാണ്, ഭൃഗു പരീക്ഷയില്. അതപ്പോഴും മനസ്സിലാക്കാം. അങ്ങനെ ഉള്ള ത്വദ്രൂപം, നിന്തിരുവടിയുടെ സാക്ഷാൽ വൈകുണ്ഠരൂപത്തെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു. ഇവിടെ പൊന്നിൻ കിരീടം, ഗോപിക്കുറി, മകരകുണ്ടലം, കൗസ്തുഭം, വനമാല, ശ്രീവത്സം എന്നിവ വൈകുണ്ഠ വിഗ്രഹത്തിന്റെ പുരാണ പ്രസിദ്ധിയുള്ള അലങ്കരണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഈ വൈകുണ്ഠ വിഗ്രഹത്തിന് ഈ ഒരു ഭാവത്തോടു കൂടിയിട്ടാണ് നമുക്ക് സകല ധ്യാനത്തിലും ഭാവത്തിലൊക്കെ പറഞ്ഞു തരുന്നത്. മകരകുണ്ടലം എന്ന് പറഞ്ഞാൽ മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കർണ അലങ്കാരമാണ് മകരകുണ്ടലം. പിന്നെ കൗസ്തുഭരത്നത്തിന്റെ വിശേഷം നമ്മൾ പറഞ്ഞു. വനമാല എല്ലാ ഋതുക്കളിലെയും പൂക്കളും തളിരുകളും ഇടകലർത്തി നടുക്ക് കദംബിൻ പൂക്കോർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഉടനീളം ശരീരത്തിൽ, അത് കഴുത്തു മുതൽ കീഴ്പോട്ട് ഇങ്ങനെ ഞാന്നു കിടക്കുന്ന വനമാല, വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് വനമാല. അങ്ങനെയുള്ള അവിടുത്തെ സ്വരൂപം ശ്രീവത്സം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, മറുകാണ്, അടയാളമാണ്. ഭൃഗുമഹർഷിയുടെ കാൽച്ചവിട്ടിട്ടുണ്ടായ അടയാളം എന്നും പറയുന്നത്. ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ സ്വരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ശ്ലോകത്തിലൂടെ ഭഗവാന്റെ ഉത്തമാംഗമാണ് പ്രധാനമായിട്ടും വർണ്ണിച്ചിരിക്കുന്നത്. ഉത്തമാംഗം എന്ന് പറയുന്നത് ശിരസ്സാണ്. ഉത്തമാംഗം ശിരസ്. അപ്പൊ കഴുത്തിന് മേൽപോട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പന്റെ സ്വരൂപത്തെയാണ് ഇവിടെ ധ്യാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ധ്യാനഭാവത്തിന് കാണിച്ചിരിക്കുന്നത്. ഒരു ശ്ലോകം കൊണ്ട് ധ്യാനിക്കാൻ പറ്റില്ല. ഭാഗവതത്തിലൊക്കെ അനേകം ശ്ലോകങ്ങൾ കൊണ്ടാണ് ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കുന്നത്. അപ്പോൾ കേശാദിപാദം പാദാദികേശം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ ഈ ഒരു 2 ശ്ലോകം മതി. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ എവിടെ ചെന്നു കഴിഞ്ഞാലും ആ ഭഗവാന്റെ സ്വരൂപത്തെ, ഏത് രാത്രിയിലായാലും ഭഗവാന്റെ സ്വരൂപത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കാനുള്ള വളരെ വിശേഷപ്പെട്ട 2 ശ്ലോകങ്ങളാണ് ഈ 2ാമത്തെ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ. വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതാണ്, ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ പറയുകയാണെങ്കിൽ ഈ അവിടുത്തെ സ്വരൂപത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ എങ്ങനെയാണ് ലളിതമായിട്ട് പറയണം. ചില ആളുകൾ പറഞ്ഞു കുറച്ച് കട്ടി കൂടുതലാണെന്ന്. നാരായണീയം തന്നെ കട്ടി കൂടുതലുള്ളതാണ്. 18,000 ഗ്രന്ഥങ്ങള്, ശ്ലോകങ്ങള്, അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള ശ്ലോകങ്ങള് 18,000 ഗ്രന്ഥങ്ങൾ എന്ന് പറയും. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതത്തെ, വേദവേദാന്ത സാരമായ ശ്രീമദ് ഭാഗവതത്തെ ഈ ഒരു 1000-ലധികം ശ്ലോകങ്ങളിലേക്ക് ചുരുക്കി ഒതുക്കണമെങ്കിൽ നല്ല പ്രാവീണ്യം വേണം, നല്ല കഴിവ് വേണം. അത് അതിന്റേതായ ഗൗരവത്തോടുകൂടി മാത്രമേ നമുക്ക് പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ.
ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഭാവത്തെ ഒന്നുകൂടി ലളിതമാക്കി കഴിഞ്ഞാൽ അനേകം സൂര്യന്മാര് ഏകീകരിച്ച് ഒരുമിച്ച് ചേർന്ന് ഉദിച്ചുയർന്നതുപോലെയുള്ള അതിശോഭായമാനമായ കനക കിരീടത്തോടുകൂടി, അതുപോലെ മേൽപോട്ടു തൊട്ട കസ്തൂരി തിലകം ഗോപിക്കുറി കൊണ്ട് പ്രകാശിക്കുന്ന നെറ്റിത്തടത്തോടുകൂടി, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഭക്തവാത്സല്യം വഴിഞ്ഞൊഴുകുന്ന കരുണാ കടാക്ഷ വരുഷം ചൊരിയുന്ന നയന യുഗത്തോടു കൂടിയിട്ട്, കാരുണ്യാകുലനേത്രം ദയ വഴിയുന്ന ആ നേത്രം, ആ ഒരു നോട്ടം, കടക്കൻ നോട്ടം അല്ലേ, അതെത്ര മനോഹരമാണ്. അതിൽ കാരുണ്യം ഇങ്ങനെ നിറഞ്ഞു കവിയുകയാണ്. അങ്ങനെയുള്ള ഒരു നോട്ടത്തോടുകൂടി പ്രേമ ആർദ്രതയാൽ പ്രകാശിക്കുന്ന മന്ദഹാസങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന പുഞ്ചിരിയിൽ വിടർന്ന അതിസുന്ദരമായ മുഖം. നമ്മൾ ആ ഒരു ധ്യാനഭാവം, ഇത് രണ്ടും കൂടിയിട്ട് രണ്ട് വലിയ കട്ടിയുള്ള ഈ സംസ്കൃത ശ്ലോകങ്ങളെ, രണ്ട് ശ്ലോകങ്ങളെ ഒരുമിച്ചാക്കിയാൽ എന്താണ് ഉണ്ടാവുക എന്ന് ഇത് കഴിയുന്നത് വരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കൂ, അപ്പോഴും മനസ്സിലാകും. അങ്ങനെ എള്ളിൻ പൂവൊത്ത നാസികയെ, എള്ളിൻ പൂവിനെ വെല്ലുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രഭാവത്തോടു കൂടിയിട്ടുള്ള നാസിക, മൂക്ക്, മകരകുണ്ടലങ്ങള് രണ്ടെണ്ണം, മകരമത്സ്യാകൃതിയിലുള്ള കുണ്ടലങ്ങളുടെ പ്രകാശം രണ്ട് കവിൾത്തടത്തിലും വന്ന് അങ്ങനെ തുടുത്തു നിൽക്കുന്നു. ഐശ്വര്യമാർന്ന കഴുത്തിൽ ജ്വലിക്കുന്ന കൗസ്തുഭമണിയോടും വനമാലയോടും അതുപോലെ മുത്തുമാലയോടും ശ്രീവത്സമെന്ന മറുകു കൊണ്ടും ശോഭിക്കുന്ന മാറിടത്തോടും കൂടി വിളങ്ങുന്ന അങ്ങയുടെ മനോഹരമായ മോഹനമായ രൂപത്തെ ഞാനിതാ ഭജിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ ശ്ലോകം ഒന്ന് രണ്ട് തവണ നമുക്ക് ചൊല്ലാം, എങ്കിലേ പഠിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ചൊല്ലി ഇടുന്നതിനല്ല പ്രാധാന്യം, ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, നമുക്ക് പഠിച്ചു എന്നുള്ള ഒരു ഭാവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമല്ല. വിനയത്തോടുകൂടി ഭക്തിയോടുകൂടി ഇതാ ഗുരുവായൂരപ്പ അവിടുത്തെ ദിവ്യസ്വരൂപത്തെ ഞാനിതാ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു ഭാവമാണ് ഭാഗവതത്തിനും നാരായണീയത്തിനും ഒക്കെ വേണ്ടത്. താഴ്മതാൻ അഭ്യുന്നതി, ആ ഒരു ഭാവത്തോടുകൂടി കേട്ട് പഠിക്കുക. അത്രേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലകപ്രോദ്ഭാസി ഫാലാന്തരം, സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം, കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം, ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം, ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഒരിക്കൽ കൂടി ഒരുമിച്ച് ചൊല്ലാം. സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം, കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം, ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം, ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഒന്നാമത്തെ
ശ്ലോകത്തില് ആ കഴുത്തിലുള്ള മാറിടത്തിലുള്ള ആഭരണങ്ങളോടുകൂടി മാറിടവും അതിനു മേൽപോട്ടുമുള്ള പ്രധാനപ്പെട്ട ആ ശിരസിനെ, അതായത് കേശം മുതലെങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രധാനപ്പെട്ട ഭാഗത്തെയാണ് വർണ്ണിച്ചതെങ്കിൽ അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ ഇനി പാദം വരെയുള്ള അവിടുത്തെ ആ സ്വരൂപത്തെയാണ് വർണ്ണിക്കുന്നത്. രണ്ട് ഭാഗങ്ങളായിട്ട് ആ ധ്യാന യോഗത്തെ നമുക്ക് ഉറപ്പിച്ചു തരുന്നു. ആ ശ്രീ ഗുരുവായൂരപ്പന്റെ വൈകുണ്ഠമൂർത്തിയുടെ സ്വരൂപത്തെ കാണിച്ചു തരികയാണ്. രണ്ടാമത്തെ ശ്ലോകം ശ്രദ്ധിക്കൂ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗതഗദാ ശംഖാരി പങ്കേരുഹം കാഞ്ചിൽ കാഞ്ചന കാഞ്ചിലാഞ്ചിതലസൽപീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. ശ്ലോകത്തിലെ പദങ്ങള് സമസ്തമായിട്ടുള്ള പദങ്ങളാണ്, ഒരുമിച്ച് കൂടിച്ചേർന്നിരിക്കുന്ന പദങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലായിട്ട് പദങ്ങൾ മുറിക്കുമ്പോൾ അർത്ഥവ്യത്യാസം വരും. ശ്രദ്ധിക്കാം. കേയൂരംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗതഗദാ ശംഖാരി പങ്കേരുഹം. ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സാവധാനത്തിൽ ഒരിക്കൽ കൂടി പറഞ്ഞു തരാൻ കട്ടിയുള്ള ശ്ലോകമായതുകൊണ്ട്. കേയൂരംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗതഗദാ ശംഖാരി പങ്കേരുഹം കാഞ്ചിൽ കാഞ്ചന. ഇവിടെ ഈ പദത്തെ തുടങ്ങുന്നത് കാഞ്ചിൽ എന്നുള്ളത് പിന്നീട് പറയും. ഇവിടുന്ന് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസൽപീതാംബരാലംബിനീം വിമലാംബുജദ്യുതിപദാം ആർത്തിച്ഛിദം കാഞ്ചിൽ തവ മൂർത്തിം അഹം ആലംബേ. ഇങ്ങനെയാണ് അന്വയം വരുന്നത്. നമുക്കിനി അന്വയക്രമത്തിൽ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം. കേയൂരംഗത കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗതഗദാ ശംഖാരി പങ്കേരുഹം. കേയൂരങ്ങൾ, അംഗദങ്ങൾ, ശ്രേഷ്ഠങ്ങളായ മറ്റു വളകൾ, വിലയേറിയ വലിയ രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, ഇവയാൽ അടയാളപ്പെട്ട ഭംഗിയേറിയ 4 തൃക്കൈകളിൽ എടുത്തിരിക്കുന്ന ഗദാശംഖ്, ചക്രം, പദ്മം, താമരപ്പൂവ് ഇവയെ കൊണ്ട് ശോഭിക്കുന്നതും. ഇത്രയും പദങ്ങൾ ഒരുമിച്ച് ചേർന്ന് അതിന്റെ അർത്ഥവും നമ്മൾ ഒരുമിച്ച് ഭാവത്തോടുകൂടി മനസ്സിലാക്കുകയാണ്. കേയൂരങ്ങൾ, അംഗദങ്ങൾ, ശ്രേഷ്ഠങ്ങളായ മറ്റു വളകൾ, ഇതൊക്കെ പലതും അതാതിന്റെ അർത്ഥത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. ഇവിടെ നമ്മൾ കൈകൾക്ക് വളയിടുമ്പോൾ ഭഗവാന്റെ കൈകള് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ? ഇവിടെയുണ്ട് വള, തോൾവളകളുണ്ട്, പിന്നെ ഇവിടെ കൈക്ക് വളകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളകളൊക്കെ കൂടിയിട്ടാണ് നമ്മൾ കേയൂരങ്ങള്, അംഗദങ്ങള്, ശ്രേഷ്ഠങ്ങളായ മറ്റു വളകൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ വിലയേറിയ വലിയ വലിയ രത്നങ്ങൾ പതിപ്പിച്ച മോതിരങ്ങള് കയ്യില് നിറഞ്ഞ. അപ്പോ ഈ തോള് മുതല് വളകള്, അനേക തരത്തിലുള്ള വളകളും
വിരലുകളിൽ നിറയെ അനേക വിശേഷപ്പെട്ട രത്നം പതിച്ച മോതിരങ്ങളോടും കൂടിയിട്ടുള്ള അങ്ങനെയുള്ള 4 കൈകളാണ് ഭഗവാനുള്ളത്. ആ 4 കൈകളിലും വിശേഷപ്പെട്ട ഗദ, ശംഖ്, ചക്രം, താമരപ്പൂവ് ഇവ കൊണ്ട് ശോഭിക്കുന്നു. അല്ലെങ്കിൽ ഇവ കൊണ്ട് ശോഭിക്കുന്നതും കാഞ്ചിലാഞ്ചിതലസൽപീതാംബരാലംബിനീം വിമലാംബുജദ്യുതിപദാം പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കൃതമായി വിലസുന്ന മഞ്ഞപ്പട്ടുടയാട ചാർത്തിയതും നിർമ്മലമായ താമരപ്പൂ പോലെ ശോഭിക്കുന്ന തൃപ്പാദങ്ങളോടുകൂടിയതും. ഇത് നോക്കൂ, അരക്കെട്ട് വർണ്ണിക്കുന്നു. പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കൃതമായി വിലസുന്ന മഞ്ഞപ്പട്ടുടയാട ചാർത്തിയിട്ടുള്ള, അതോടൊപ്പം തന്നെ നിർമ്മലമായ താമരപ്പൂ പോലെ മനോഹരമായി ശോഭിക്കുന്ന, മനോമോഹനമായി ശോഭിക്കുന്ന തൃപ്പാദങ്ങളോടുകൂടിയ, താമര പോലുള്ള പാദങ്ങൾ, അങ്ങനെ ഉള്ള പാദങ്ങളോടുകൂടിയ അവനും ആർത്തിച്ഛിതം, ആർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം. ആർത്തിച്ഛിതം, ദുഃഖത്തെ ഉന്മൂലനം ചെയ്യുന്നത്. ശ്രീമദ് ഭാഗവതത്തില് 2-ാമത്തെ ശ്ലോകം. ഈ ഭാഗവതം പഠിച്ചവർക്കാണ് നാരായണീയം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം അതിന്റെ ഒരു ചുരുക്കമാണ്, അതിന്റെ ഒരു സാരസംഗ്രഹമാണിത്. 2-ാമത്തെ ശ്ലോകത്തിൽ പറയും, ധർമ്മമാർഗത്തെക്കുറിച്ച് പറയും. പ്രോച്ഛിതകൈതപുത്രപരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ആ ഭഗവാന്റെ പാദം എങ്ങനെയുള്ളതാണ്? താപത്രയങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. ആധിഭൗതികം, ആധ്യാത്മികം, ആധിദൈവികം എന്നുള്ളതായ താപത്രയങ്ങളെയും ഇല്ലാതാക്കുന്നത്. അതാണ് ദുഃഖങ്ങളെ ഉന്മൂലനം ചെയ്യുന്നത്. ഈ ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വേരോടുകൂടി പിഴുതു കളയുക. പിന്നെ ഇത് മുളച്ചു വരില്ല, തളിർത്ത് വരില്ല, തഴച്ചു വളരില്ല. അപ്പൊ നമ്മുടെ ദുഃഖങ്ങളെ മുഴുവനും ഉന്മൂലനം ചെയ്യുന്ന, ആർത്തിച്ഛിതം ഉന്മൂലനം ചെയ്യുന്നതും കാഞ്ചിൽ. എന്താണ് കാഞ്ചിൽ? വാക്കുകൾക്ക് വിവരിക്കുവാനാകാത്ത മഹിമയേറിയതുമായ തവ മൂർത്തിം അഹം ആലംബേ, നിന്തിരുവടിയുടെ സ്വരൂപത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇപ്പോഴും കേശാദിപാദം, പാദാദികേശം വർണ്ണിച്ച് ആ പാദത്തെ ഞാൻ ആശ്രയിക്കുന്നു. ഇത് 2-ാമത്തെ ദശകത്തിലെ 2 ശ്ലോകങ്ങൾ കൊണ്ട് വർണ്ണിക്കുന്നു. അവസാനം ഈ രംഗമാണ് സാക്ഷാത്കാരത്തിലൂടെ കിട്ടുമ്പോൾ, നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ എന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തില് നമുക്ക് ആ ബോധ്യത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു, കേയൂരം, അംഗദം, അങ്കുലീയകം ഇവ ചുമല് മുതൽ ഇങ്ങോട്ട് ചാർത്തിയിട്ട് ഉണ്ട്. അങ്ങനെയുള്ള സ്വരൂപമാണ് ഇവിടുത്തേത്. ചുമലിൽ തുടങ്ങിയിട്ട് ക്രമത്തിൽ വിരലോളം വ്യാപിക്കുന്ന ഹസ്താഭരണങ്ങള് നിറഞ്ഞിരിക്കുന്ന 4 കൈകള്. അങ്ങനെയുള്ള ആ 4 കൈകളിലും ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചിരിക്കുന്ന സ്വരൂപമാണ് അവിടുത്തെ സ്വരൂപം. അപ്പോൾ 2 പദ്യങ്ങളെ കൊണ്ട് പൂർവാർദ്ധവും ഉത്തരാർദ്ധവുമായിട്ട് വേർതിരിച്ച് കേശാദി പാദ അന്തം വിവരിച്ച് ആർത്തിച്ഛിതമെന്ന വിശേഷണത്താൽ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ താപത്രയങ്ങളെ, ദുഃഖങ്ങളെ മുഴുവനും ഇല്ലാതാക്കുന്ന ആ ദുഃഖവിനാശനനായ ആ കൃഷ്ണന്റെ പാതാരവിന്ദത്തെ, ആ ശ്രീ ഗുരുവായൂരപ്പന്റെ പാതാരവിന്ദത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആ സ്വരൂപത്തെ ഞങ്ങൾ ഭജിക്കുന്നു. തുദ്രൂപം ഭജേ തവ മൂർത്തിം ആലംബേ. ആ ഭഗവത് സ്വരൂപ ധ്യാനത്തിന് ഉത്തമങ്ങളാണ് എന്ന് കരുതി ഭക്തജനങ്ങൾ ധ്യാന ശ്ലോകങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ 2 ശ്ലോകങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനി ഇതിന്റെ പ്രത്യേകത
ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ ഭഗവാന്റെ സ്വരൂപത്തെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? കേയൂരം, അംഗദം എന്നിങ്ങനെയുള്ള തോൾവളകളാലും ഉത്തമങ്ങളായ കൈവളകളാലും ദിവ്യരത്നങ്ങൾ പതിച്ച അങ്കുലീയങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന 4 തൃക്കൈകളിലും കൗമോദകി എന്ന ഗദ, ആ ഗദയുടെ പേരെന്താണ്? കൗമോദകി എന്ന ഗദ, പാഞ്ചജന്യം എന്ന ശംഖ്, സുദർശനം എന്ന ചക്രം, പിന്നെ താമരപ്പൂവിന് വേറെ പേരൊന്നുമില്ല, ചെന്താമരപ്പൂവ്. ഇങ്ങനെയുള്ള 4 ഭാവങ്ങള്, 4 ദിവ്യങ്ങളായ വിശേഷപ്പെട്ട അതിസുന്ദരമായ വസ്തുക്കൾ ധരിച്ചിരിക്കുന്ന ആ കൈകളോട് കൂടിയിട്ടുള്ള അങ്ങയുടെ തൃക്കാലടികള് താപത്രയങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. സന്താപനാശകരമായിരിക്കുന്ന അനിർവചനീയമായ തേജസ്സോട് കൂടിയിട്ടുള്ള ആ പാദങ്ങളോടുകൂടി വിളങ്ങുന്ന അങ്ങയുടെ ദിവ്യസ്വരൂപത്തെ, ശരീരത്തെ ഏകമായ ആശ്രയമായിട്ട് കരുതിയിട്ട് ഞാനിതാ ഭജിക്കുന്നു, ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന് ഈ ശ്ലോകങ്ങൾ കൊണ്ട്, 2 ശ്ലോകങ്ങൾ കൊണ്ട് പറഞ്ഞു തരുന്നു. അപ്പോൾ നമ്മൾ 2 ശ്ലോകം ഇന്ന് ശ്രദ്ധയോടുകൂടി പഠിക്കുക. അപ്പോ ഈ 2 ശ്ലോകങ്ങള് ഭാഗവതത്തില് ഉടനീളം പലയിടത്തുമായിട്ട് വർണ്ണിച്ചു തന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിടത്തൊന്നുമല്ല. ശ്രീമദ് ഭാഗവതത്തില് കപിലമൂർത്തിയായ ആദ്യത്തെ വിശേഷപ്പെട്ട ഉപദേശം, കപിലമൂർത്തിയായ ഭഗവാൻ തന്നെ അമ്മയായ ആ ദേവഹൂതി ദേവിക്ക് ഉപദേശിക്കുന്ന അതിശ്രേഷ്ഠമായ കപിലോപദേശം കാപിലം. അവിടെയും ധ്യാന ശ്ലോകങ്ങള്, അനേകം ശ്ലോകങ്ങളിലൂടെയാണ് ധ്യാനയോഗത്തെ ഉറപ്പിക്കുന്നത്. അതുപോലെ ഇനിയിപ്പോ എവിടെയൊക്കെയാണ് പറയേണ്ടത്, അവിടെയൊക്കെ ഈ ധ്യാനത്തിന് ആസ്പദമായിട്ടുള്ള ഉദ്ധവോപദേശത്തിലും കാണാം. ധ്രുവന് ഉപദേശിച്ചു കൊടുക്കുന്നു ഈ സ്വരൂപത്തെ. നാരദ മഹർഷി 5 വയസ്സുള്ള കൊച്ചുകുട്ടിയായ ബാലൻ ധ്രുവന് മധുവനത്തിലേക്ക് തപസ്സിന് പുറപ്പെട്ട സമയത്ത് ഉപദേശിച്ചു കൊടുക്കുന്നതും ഈ ധ്യാന സ്വരൂപമാണ്. അതിനൊക്കെ നമ്മൾ ചുരുക്കിയിട്ട് കേശാദിപാദം നമ്മൾ പറയുന്നില്ലേ, ആ ഭാവത്തില് വർണ്ണിക്കുകയാണ്. ശ്രദ്ധയോടുകൂടി നമ്മളത് കേൾക്കുക. ശ്രീമദ് ഭാഗവതത്തില് വളരെ വിശേഷപ്പെട്ട ഈ ശ്ലോകങ്ങള് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീകൃഷ്ണ അവതാരത്തില് ദശമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തില് ആ അവതാര ശ്ലോകങ്ങള് വർണ്ണിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാവം കാണാൻ സാധിക്കും. തമൽഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്വിഷാ പരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ദാമകഞ്ജംഗദകങ്കണാദിഭി വിരോചമാനം വസുദേവ ഐക്ഷത. ദേവകി വസുദേവന്മാര് കണ്ട ആ അവതാര സ്വരൂപത്തെ ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത്. ഈ സ്വരൂപ വർണ്ണനയാണ് യഥാർത്ഥത്തില് ഇത് കട്ടിയായിട്ടുള്ള സംസ്കൃതത്തിലാണെങ്കിൽ മലയാളത്തിൽ നമുക്ക് വേണ്ടി ഗുരുവായൂരപ്പന്റെ ധ്യാന ശ്ലോകമായിട്ട് പിന്നീട് പറഞ്ഞു തന്നത്. അതുകൂടി നമ്മൾ ചൊല്ലുമ്പോൾ ഇത് പൂർണ്ണമാകും. ഇതുകൂടി മനസ്സിലാക്കുക. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം
ഹൃദി ഭാവയാമി. ശ്രീ വാസുദേവം അനിശം ഹൃദി ഭാവയാമി. ഈ ഭാവത്തിൽ കാണിച്ചു തരുന്ന ഈ രണ്ട് ശ്ലോകത്തിന്റെയും താല്പര്യമാണത്. നമുക്ക് ഈ രണ്ടാമത്തെ ശ്ലോകം ഒരു 2 തവണ ചൊല്ലിക്കൊണ്ട് ഒന്നുകൂടി മനസ്സിൽ ഇത് ഉറപ്പിക്കാം. കേയൂരംഗത കങ്കണോത്തമമഹാരത്നാങ്കുലീയങ്കിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേരുഹം കാഞ്ചിൽ കാഞ്ചന കാഞ്ചി ലാഞ്ചിതലസത്പീതാംബരാലംബിനിം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ചിതം. കേയൂരാംഗത കങ്കണോത്തമമഹാരത്നാങ്കുലീയങ്കിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗത ഗദാ ശങ്കാരി പങ്കേരുഹം കാഞ്ചിൽ കാഞ്ചന കാഞ്ചി ലാഞ്ചിതലസൽപീതാംബരാലംബിനിം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ചിതം. രണ്ട് ശ്ലോകങ്ങളും കൃത്യമായിട്ട് പഠിക്കുക, ഹൃദിസ്ഥമാക്കിയിട്ട് പഠിക്കുക. നമ്മൾ നാരായണീയത്തിലെ 2ാമത്തെ ദശകത്തിലേക്ക് കടന്നു. ഗുരുവായൂർ സമ്പ്രദായത്തിലുള്ള ഈ നാരായണീയ പഠനത്തിലൂടെ ഒരുപാട് പേര് ഈ നാരായണീയ പഠന ക്ലാസ്സിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ കുറച്ച് മെല്ലെ മെല്ലെയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ശ്ലോകങ്ങൾ ഒരുമിച്ച് എടുത്ത് ആദ്യഘട്ടത്തിൽ മെല്ലെ പോയി കഴിഞ്ഞാലാണ് കൂടുതൽ പഠിക്കാൻ സാധിക്കുക. പിന്നീട് നമുക്ക് വേഗത കൂട്ടാം. ഇതോടൊപ്പം തന്നെ ഭാഗവതത്തിലുള്ള പാഠങ്ങളും നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. 24 ഗ്രൂപ്പുകളിലൂടെ ഭാഗവതം പഠിക്കുന്നുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഭക്തജനങ്ങൾ ജന്മാന്തര സുഹൃതം കൊണ്ട് 25ാമത്തെ ഗ്രൂപ്പിനെ തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രയാസവും ഉണ്ട്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക, ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഏകപക്ഷീയമാകാതെ അതിന്റെ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് നാരായണീയം പഠിക്കുക. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഏതു തരത്തിലായാലും അതൊക്കെ കൃത്യമായിട്ട് യൂട്യൂബിലൂടെ നിങ്ങൾ ഈ പാഠം കേൾക്കുന്ന സമയത്ത്, ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് രേഖപ്പെടുത്താനുള്ള, ആ കമന്റ് ചെയ്യാനുള്ള സ്ഥലത്ത് രേഖപ്പെടുത്തുക. അത് കണ്ട് മനസ്സിലാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് എങ്ങനെ മാറ്റം വരുത്തണം, എന്താണ് പോരായ്മ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം. അല്ലാതെ അങ്ങോട്ട് മാത്രം അടിച്ചേൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അഭിപ്രായം കൂടി മനസ്സിലാക്കിയിട്ട് വേണം. കാരണം ഇത് വേണമെങ്കിലാണല്ലോ നമ്മളത് ഉൾക്കൊള്ളേണ്ടത്. അത് ശ്രദ്ധിക്കണം. കാരണം ചില പാഠങ്ങളിലുള്ള പ്രശ്നങ്ങൾ പഠിതാക്കൾ പറയുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കാൻ അഭിപ്രായങ്ങളൊന്നും ഇല്ലാത്തവർ തൊഴുതിട്ടിട്ടെങ്കിലും അതിനെ അനുമോദിച്ചുകൊണ്ട് ആ ഭാവത്തെ ഉൾക്കൊള്ളുക. എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഗീന്ദ്രാണം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ
തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം.